വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് ചർച്ചക്കെടുത്ത വിഷയം നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആക്ഷേപവും ശകാരവും അവരുടെ ബഹുമതിക്കും ബഹുമാനത്തിനും വിപരീതമായ രൂപത്തിലുള്ള സമീപനവും ചില രാഷ്ട്രങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഉണ്ടായതിനെ കുറിച്ച് ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതായ പ്രതിഷേധവും അതിൽ അനുവദിക്കപ്പെട്ട രൂപവും അനുവദിക്കപ്പെടാത്ത രൂപവും അത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങൾ കൈയാളേണ്ടതായ രീതിയെക്കുറിച്ചും കൈക്കൊള്ളേണ്ടതായ പെരുമാറ്റത്തെക്കുറിച്ചും ഒക്കെയാണ്. വാസ്തവത്തിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതായ ഒരു വ്യക്തിത്വമല്ല. ലോകത്തിൽ ശത്രുക്കളും മിത്രങ്ങളും ഭേദമന്യേ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്ത് ജീവിത കാലഘട്ടത്തിൽ മറ്റു ഭൗതിക നേതാക്കളിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ട് നാം കണ്ടതാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുചരന്മാർ, അനുയായികൾ അവരോടടുക്കുമ്പോഴെല്ലാം അവരോടുള്ള സ്നേഹം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതായിട്ട് നാം കണ്ടു. അത് മായാതെ മങ്ങാതെ ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിലും അപ്രകാരം തന്നെ ഹദീസുകളിലുമെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് നാം വായിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചപ്പോൾ തന്നെ അല്ലാഹു അവരുടെ പ്രത്യേകതയായിട്ട് ഖുർആനിലൂടെ പറഞ്ഞതാണ് നാം കേട്ടതായ ആയത്ത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് അനുഗ്രഹീത വ്യക്തിത്വമായിട്ടല്ലാതെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല, അഥവാ നിങ്ങൾ ലോകർക്ക് അനുഗ്രഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചു. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നിങ്ങൾ മഹാ സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതായ തർബിയത്തിലൂടെ, അവർക്ക് നൽകിയതായ പ്രത്യേകതയിലൂടെ അവരുടെ ആ സ്വഭാവം അത് മറ്റാരിലും സാധാരണ മനുഷ്യന്മാരിൽ കാണാത്തതായ പ്രത്യേക സ്വഭാവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തിൽ നാം ശത്രുക്കളോടും മിത്രങ്ങളോടൊക്കെ പെരുമാറിയ രൂപങ്ങൾ പല ഘട്ടങ്ങളിലായി പല ശൈലികളിലായി നാം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കാറുള്ളതാണല്ലോ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിക്കപ്പെടുക എന്നത് അത് സഹിക്കവയ്യാത്തൊരു ഭാഗമാണ്, സംശയമേ ഇല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയതായ ആ ബഹുമതിയും ആ ബഹുമാനവും കാരണത്താൽ തന്നെ ആ പ്രത്യേകത അവരിൽ തുറിച്ചു കണ്ടിരുന്നു. ശത്രുക്കൾ വന്നിട്ട് റസൂലുള്ളാഹിയെ മക്ക ജീവിതത്തിൽ ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്തതായ സന്ദർഭത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ കൈകൊള്ളുന്നതായിട്ടാണ് കണ്ടത്. അവിടെ നബിയെ ചീത്ത പറഞ്ഞവരെ നബി ചീത്ത പറയാറുണ്ടായിരുന്നില്ല, നബി ആക്ഷേപിച്ചവരെ നബി ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല, നബിയെ ശകാരിച്ചവരെ നബി ശകാരിക്കാറുണ്ടായിരുന്നില്ല. ക്ഷമ കൈകൊള്ളലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്ഫഹ് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരികയുണ്ടായി. വലൗ കുൻത ഫല്ലൻ ഗലീദൻ, നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ രീതിയും വരസതയോട് കൂടിയും അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലും ആണ് എങ്കിൽ ആരും നിങ്ങളുടെ പരിസരത്തിൽ ഒരുമിച്ച് കൂടുകയില്ലായിരുന്നേനെ, അവര് നിങ്ങൾ നിന്നിട്ട് ദൂരപ്പെട്ടിരുന്നേനെ, അവരിൽ നിങ്ങളോട് വിടവാങ്ങിയിരുന്നേനെ, നിങ്ങൾ നിന്നിട്ട് അകലുകയായിരുന്നു സംഭവിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. മറിച്ച് ഇവിടെ നബിയെ വധിക്കാൻ വേണ്ടി വരുന്നവരേക്കും വാളെറിഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നാം കണ്ടത്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ നിഷ്പക്ഷതയോടുകൂടി വായിക്കുന്നവർക്ക്, അത് അവര് ശത്രുക്കളാണെങ്കിൽ തന്നെ അവര് നിഷ്പക്ഷതയിൽ കൂടി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകത കണ്ടത് കാരണത്താൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഐക്യരാഷ്ട്ര സഭയിൽ വരേക്കും അവിടെയുള്ളതായ പുസ്തകം ഓതുന്നത് 100 പേരുടെ പ്രത്യേകതയിൽ ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ വ്യക്തിത്വം അത് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്നത് ചരിത്രം പഠിച്ചവർക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം കണ്ട് സഹിക്കവയ്യാത്തതായ
പല അസൂയാലുക്കളിൽ നിന്നിട്ട് ചിലപ്പോൾ ഉടലെടുക്കാറുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സമീപനം, അഥവാ നബിയുടെ ആ മഖാമിനോട്, നബിയുടെ ആ സ്റ്റാൻഡേർഡിനോട് യോജിക്കാത്ത രൂപത്തിലുള്ള സമീപനം. ഈ സമീപനം കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വാഗ്ദാനം ചെയ്തതുപോലെ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങളും ബഹുദൈവ വിശ്വാസികളും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ ജീവിക്കുന്ന വിഭാഗവും സത്യനിഷേധികളും വെറുത്താലും ഈ മതത്തെ, ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കുക തന്നെ ചെയ്യും, പരസ്യപ്പെടുത്തുക തന്നെ ചെയ്യും, ലോകവ്യാപകമാക്കുക തന്നെ ചെയ്യും. അത് മറ്റു മതങ്ങളെയെല്ലാം മികച്ചു നിൽക്കുന്ന മതമായി മാറുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതും സന്തോഷവാർത്ത നൽകിയതുമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് സഹിക്കവയ്യാത്തവരും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ കുതിച്ചു ചെല്ലുന്നു. മറ്റു മതങ്ങളിലേക്ക് കുതിച്ചു ചെല്ലുന്നതായ ഒരു മതത്തെക്കുറിച്ച് നമുക്ക് പരിചയമില്ല, ഇസ്ലാമിലേക്ക് ജനങ്ങൾ കുതിച്ചു ചെല്ലുന്നത് പോലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ഉണ്ടാകുന്നത് സത്യം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ റസൂലിന് അവരുടെ അനുചരന്മാരോടുള്ള സമീപനം മനസ്സിലാക്കി, അവരുടെ സ്വഭാവം മനസ്സിലാക്കി, അവരുടെ ജീവിത രീതി മനസ്സിലാക്കി, അവരുടെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നിലപാടുകൾ മനസ്സിലാക്കി, ചരിത്രം പഠിച്ച് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ ഈ ഇസ്ലാമിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പുകളിലും പാശ്ചാത്യ രാഷ്ട്രങ്ങളിലും കുതിച്ചുകൊണ്ടേയിരിക്കുന്നതായ കാഴ്ച കാണുമ്പോൾ അതുകൊണ്ട് സഹിക്കവയ്യാത്ത വിഭാഗമാണ് യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ സമീപിക്കാറുള്ളത്, അഥവാ ആക്ഷേപിക്കുന്നവരായിട്ടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ബഹുമതിയോടും ബഹുമാനത്തോടും യോജിക്കാത്ത രൂപത്തിലുള്ളതായ സമീപനങ്ങളും ഫിലിമുകളും നോവലുകളും ഉണ്ടാക്കി നബിയെ പരിഹസിക്കുന്ന ശൈലിയും ഉണ്ടാവാറുള്ളത്. യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വികസിക്കാനും ഇസ്ലാം ലോകവ്യാപകമാകാനും ഇസ്ലാമിലേക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കാനും അത് കാരണമായി തീരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ സത്യവിശ്വാസികളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് മക്കായിമ മൂന്നി പറഞ്ഞ ഭാഗമാണ്. അതെന്താണ്? അവര് ഈ ഇസ്ലാമിനെതിരിൽ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ഉള്ളതായ ആക്ഷേപങ്ങളെ പ്രതിഷേധിക്കേണ്ടതായ ശൈലി അത് അതിന് വിട്ടുകടക്കാൻ പാടുള്ളതല്ല. അത് ഭീകരതയുടെ രൂപത്തിലാവാൻ പാടുള്ളതല്ല. അത് കൊലയും കൊള്ളയുമാവാൻ പാടുള്ളതല്ല. അതിലൂടെ ഇസ്ലാമിനെ അവര് ഭീകരതയുടെ മതമാണ് എന്ന് വിസിലി വെക്കുന്നതും അത് കാരണത്താൽ ഇസ്ലാം ഉദ്ദേശിച്ച യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നിട്ട് അവര് അവരുടെ പ്രവർത്തനത്തിലൂടെ, അവരുടെ ക്രൂര കൃത്യത്തിലൂടെ വിട്ടുപോകുന്നതും അകന്നു പോകുന്നതുമാണ്. ഒരു പക്ഷെ നബിയോടുള്ളതായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ടും ബഹുമതി കൊണ്ടും ബഹുമാനം കൊണ്ടുമായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷേ ആ രൂപത്തിലല്ല ചെയ്യേണ്ടത്. ഇസ്ലാം അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം അത് കൽപ്പിച്ചിട്ടില്ല. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അഥവാ മക്ക ഇമാം പറയുകയാണ്, അത് ഈ പുതിയ രൂപത്തിലുള്ളതായ ഇപ്പോൾ നാം കേൾക്കുന്ന ലോകവ്യാപകമായി കിടക്കുന്നതായ ആ ആക്ഷേപവും ആ ശകാരവും എല്ലാവരും അറിഞ്ഞ, എല്ലാവരും ഫ്രണ്ട്സ് ഭരണകൂടം കാട്ടിയതായ ആ രീതിയെ കുറിച്ച് മനസ്സിലാക്കി വായിക്കുകയും ചെയ്തു. ആ സമീപനത്തിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ലോകം പഠിക്കേണ്ടത് എന്താണ്? അവരതിലൂടെ വളർത്തിയെടുക്കുന്നത് ഇർഹാബിനെയാണ്. അവരതിലൂടെ വളർത്തിയെടുക്കുന്നത് ഭീകരതയാണ്. ഭീകരത യഥാർത്ഥത്തിൽ അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് ഉടലെടുക്കുന്നത്. അപ്രകാരം തന്നെ ആ രൂപത്തിലുള്ള സമീപനത്തിലൂടെ ജനങ്ങളുടെ വർഗീയത ഉണ്ടാകുന്നു, ഭിന്നിപ്പുണ്ടാകുന്നു, ഐക്യം തകരുന്നു, അവരുടെ നാട്ടിൽ തന്നെ ഐക്യം തകരുന്നു, അവരുടെ നാട്ടിൽ തന്നെ സുരക്ഷിതത്വമില്ലാതെയായി മാറുകയും ചെയ്യുന്നു. ഇതൊക്കെ അവരുടെ ആ രൂപത്തിലുള്ള സമീപനത്തിലൂടെ വന്നതാണ്. നേതാക്കളായി കാണുകയും നാം നമ്മുടെ നബിമാരായ എല്ലാവരെയും അവരെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ഈസ നബി അടക്കം നാം ആക്ഷേപിക്കാറില്ല, നാം ശകാരിക്കാറില്ല. എന്തേ അവര് അല്ലാഹുവിന്റെ റസൂലിനെ ശകാരിക്കുന്നു, നാം അവരെ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന മഹാനായ ഈസ നബി അലൈഹി ഇസ്ലാമിനെ നാം അവരിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അവർ വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ലോകത്തിലുള്ള അള്ളാഹു നിയോഗിച്ച സാർവ നബിമാരും അള്ളാഹുന്റെ ദൂതന്മാരാണെന്ന് വിശ്വസിക്കലും, അപ്രകാരം തന്നെ ഈസ നബി അലൈഹി ഇസ്ലാമും അള്ളാഹുന്റെ ദൂതരാണ് എന്ന് വിശ്വസിക്കലും, അവരെ ബഹുമാനിക്കലും അവരെ ആദരിക്കലും നമ്മുടെ ബാധ്യതയാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെയാണ് അങ്ങനെയുള്ളതായ ആ മുഹമ്മദ് നബിയെ തന്നെ അവർ ആക്ഷേപിക്കുന്നു, അവർ ശകാരിക്കുന്നു? യഥാർത്ഥത്തിൽ അവര് നിഷ്പക്ഷതയോടുകൂടിയാണ് ചിന്തിക്കുന്നതെങ്കിൽ, നല്ല രൂപത്തിൽ
രൂപത്തിലാണ് അവർ വീക്ഷിക്കുന്നതെങ്കിൽ ആ സമീപനം അതൊരു കാലത്തിലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന അർത്ഥത്തിലേക്ക്. ഏതായാലും നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഏറ്റെടുത്തതാണ് ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, നിങ്ങളെ പരിഹസിക്കുന്നവർക്കെതിരിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നാം ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണ് ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ. ആ പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, ആ പരിഹാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അവർക്കൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയരലല്ലാതെ, നിങ്ങളുടെ പദവി ഉയരലല്ലാതെ, നിങ്ങളുടെ പ്രശസ്തി ഉയരലല്ലാതെ നിങ്ങൾക്ക് അതിലൊരു കോട്ടവുമില്ല എന്ന് പറയും പോലെ അള്ളാഹു ഖുർആൻ പറയുന്നു ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവർ. എങ്ങനെയാ ദ്രോഹിക്കുക? ആക്ഷേപത്തിലൂടെ തന്നെ. ഈ രൂപത്തിലുള്ളതായ ഫിലിം ഉണ്ടാക്കിയിട്ടോ ശകാരിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ആക്ഷേപിച്ചിട്ടോ ആ രൂപത്തിലുള്ള സമീപനം സമീപിക്കുക. അതാണ് ഈദാ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു റസൂലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുകയാണ്. ദുനിയാവിലും അവരെ ശപിച്ചിരിക്കുകയാണ്, ആഖിറത്തിലും ശപിച്ചിരിക്കുകയാണ്. വഅദ്ദ ലഹും അദാബൻ മുഹീനാ, നിന്ദ്യതയുടെ ശിക്ഷ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് പരലോകത്തിൽ. അപ്പോൾ ഇതൊരു അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ വാണിംഗ് ആണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ ശകാരിക്കുക, ഇത് ചെറിയ കാര്യമല്ല. അത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ളവരാവട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരാവട്ടെ, അല്ലെങ്കിൽ മറ്റു സത്യനിഷേധികളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. അതിലൂടെ അവർക്ക് മഹാനാശവും നഷ്ടവും ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം അവർക്ക് പരലോകത്തിൽ കഠോരമായ ശിക്ഷ അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നത്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന ആയത്ത് മദീന ഇമാം ഓതുകയുണ്ടായി. മദീന ഇമാമും ഇതുപോലെയുള്ള മക്ക ഇമാം എന്ന് ചർച്ച ചെയ്തതായ അതുപോലെയുള്ള വിഷയം തന്നെയാണ്, ഏകദേശം അതിനോട് തുല്യതയുള്ള വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. അഥവാ അള്ളാഹു റസൂലിനെ പരിഹസിക്കുന്നവരോട്, അള്ളാഹു റസൂലിനെ ശകാരിക്കുന്നവരോട് നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത് ലോകത്തിൽ ഇർഹാബ് പരത്തുകയാണ്. അഥവാ ലോകരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഭീകരത നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. നിങ്ങളാണ് ഭീകരത ഉണ്ടാക്കുന്നവര്, നിങ്ങളാണ് വർഗീയത ഉണ്ടാക്കുന്നവര്. അതുകൊണ്ട് നിങ്ങൾ അതിലൂടെ ഒരു നേട്ടവും നേടുന്നില്ല, മറിച്ച് നിങ്ങളുടെ നാട്ടിനും നിങ്ങളുടെ ഭരണകൂടത്തിനും നിങ്ങൾക്കുമെല്ലാം അത് നാശമായി വരുന്ന രൂപത്തിലുള്ള സമീപനമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ. അതുപോലെ മദീന ഇമാം ഓതി ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിങ്ങൾ ആക്ഷേപിക്കുന്ന, നിങ്ങളെ ശകാരിക്കുന്ന, നിങ്ങൾ ശൃംഖല അറ്റ അഥവാ ആൺകുട്ടിയില്ലാത്ത എന്ന വ്യക്തിയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അപ്പം തന്നെ ഏറ്റെടുത്തു. അല്ല, നിങ്ങളാണ് ആക്ഷേപിച്ച വ്യക്തിയാണ്, നീയാണ് ഭാവിയില്ലാത്തവൻ, നീയാണ് നഷ്ടപ്പെട്ടവൻ, നീയാണ് ശൃംഖല അറ്റവൻ എന്നല്ലാതെ മുഹമ്മദ് അല്ല എന്ന് അപ്പടി തന്നെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി വാദിക്കുകയും അവരുടെ പ്രത്യേകത സ്ഥാപിക്കുകയും അവരുടെ ബഹുമതി സ്ഥാപിക്കുകയും അവരെ ആക്ഷേപിക്കുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്തതായിട്ട് ഖുർആനിൽ ചെറിയ സൂറത്താകുന്ന ഇന്ന ആതൈനാകൽ കൗസറിൽ പറയുന്നതായിട്ട് കാണാം. എന്തോരു നല്ല വാക്കായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മക്ക ഇമാം ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് പാടുകയുണ്ടായി വഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദ് നിസാഉ, നിങ്ങളെക്കാളും മെച്ചമുള്ളതായ ഒരു വ്യക്തിയെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല മുഹമ്മദേ. ആര് പാടുന്നു? റസൂലുള്ളാഹിയുടെ മഹാകവിയായ, റസൂലുള്ളാഹിന്റെ സ്പെഷ്യൽ കവിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല പാടുകയാണ് വഹ്സനു മിൻക ലം തറഖത്തു ഐനി, എന്റെ കണ്ണ് ഇതുവരേക്കും നിങ്ങളെക്കാളും മെച്ചമുള്ളതായ ഒരു വ്യക്തിയെ കണ്ടിട്ടേ ഇല്ല. വഅജ്മലു മിൻക ലം തലിദ് നിസാഉ, നിങ്ങളെക്കാളും ഭംഗിയുള്ളതായ ഒരു കുട്ടിയെ ഒരു സ്ത്രീയും ഇതുവരെ പ്രസവിച്ചിട്ടേ ഇല്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, സർവ്വ കുറവിൽ നിന്നിട്ടും സർവ്വ വീഴ്ചയിൽ നിന്നിട്ടും നിങ്ങള് ബരീആയും കൊണ്ട് സുരക്ഷിതത്വത്തോടു കൂടി, അതൊന്നുമില്ലാത്ത രൂപത്തിലാണ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. ഇവിടെ ഭൂമിയിലേക്ക് വന്നത്, നിങ്ങൾ ജനിച്ചത് തന്നെ, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ യാതൊരു കുറവുമില്ലാത്ത വ്യക്തിയായിട്ടാണ്. ഏതുപോലെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് നിങ്ങൾ ആഗ്രഹിക്കും പോലെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നിങ്ങളുടെ കോലം കണ്ടാൽ, നിങ്ങളുടെ ഭംഗി കണ്ടാൽ, നിങ്ങളുടെ സമീപനം കണ്ടാൽ, നിങ്ങളുടെ സ്വഭാവം കണ്ടാൽ, നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ, നിങ്ങളുടെ വ്യക്തി ജീവിതം, സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതം, രാഷ്ട്രീയ ജീവിതം കണ്ടാൽ, നിങ്ങളുടെ
ഭാര്യമാരുമായുള്ള സമീപനം കണ്ടാൽ, നിങ്ങളെക്കാളും ചെറിയവരുമായുള്ളതായ സമീപനം കണ്ടാൽ, നിങ്ങളോട് സമകാലന്മാരോടുള്ളതായ നിങ്ങളുടെ സമീപനം കണ്ടാൽ, നിങ്ങളെക്കാളും വയസ്സുള്ളവരോടുള്ള സമീപനം കണ്ടാൽ, നിങ്ങളുടെ ശത്രുക്കളോടുള്ള സമീപനം കണ്ടാൽ, ഇതെല്ലാം കുറിക്കുന്നത് അതുപോലെ നബിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി ഉദ്ദേശിച്ചതുപോലെ, നബി അല്ലാഹു സൃഷ്ടിച്ചതുപോലെ എന്ന് പറയേണ്ടി വരുന്നു എന്ന് മഹാനായ ഇമാം ഹസ്സാൻ പറയാൻ സാധിക്കുമെന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ചൊല്ലിയതായ പദ്യത്തിൽ കാണാവുന്നതാണ്. പറഞ്ഞു വരുന്നത് ഈ രൂപത്തിലുള്ളതായ ആക്ഷേപങ്ങൾ പണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ശകാരിച്ചവർ ശകാരിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി ഏറ്റെടുത്തിട്ടുമുണ്ട്. എന്നിട്ട് അപ്പടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്ഷേപിക്കുകയും അവരെ ശകാരിക്കുകയും മുഹമ്മദ് നബിയെ ബഹുമാനിക്കുകയും മുഹമ്മദ് നബിയെ ആദരിക്കുകയും ചെയ്തതായ എത്രയോ സംഭവങ്ങൾ ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവര് ഇപ്പോൾ പറഞ്ഞു വിട്ടതായ ശകാരങ്ങളാവട്ടെ ചീത്തിയാവട്ടെ ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം ജനങ്ങൾ വെറുപ്പിക്കുന്ന മതമാണെന്നോ, അർപ്പിക്കുന്ന മതമാണെന്നോ, ഭീകരതയുടെ മതമാണെന്നോ, വർഗീയതയുടെ മതമാണെന്നോ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ളതായ അവരുടെ സമീപനം, അവരുടെ ശൈലി, അവരുടെ പ്രചാരണം, അതെല്ലാം കുപ്രചരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അത് അവർക്ക് തന്നെ ദൂഷ്യം വരുത്തലല്ലാതെ അവരുടെ ഇടയിലുള്ളതായ മുജ്തമഅത്തിനെ, അവരുടെ ആ സമൂഹങ്ങളെ ഭിന്നിപ്പിക്കാൻ അത് സഹായകമായതല്ലാതെ, അവർക്കുള്ള സുരക്ഷിതത്വത്തിന് കോട്ടം തട്ടി എന്നതല്ലാതെ ഇസ്ലാമിന് ഒരു കോട്ടവും അതിൽ വരാൻ പോകുന്നില്ല. ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് 23 വർഷം റസൂൽ ജീവിച്ച കാലഘട്ടത്തിലൂടെ ലോകം കണ്ടത് എങ്ങനെയാണ്? സമത്വ സുന്ദരമായ മതത്തെയാണ് അല്ലാഹു റസൂൽ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്. സമത്വ സുന്ദരമായ സഹിഷ്ണുതയുടെ മതം, ശാന്തിയുടെ മതം, സമാധാനത്തിന്റെ മതം, ആത്മോത്കർഷതയുടെ മതം, ആത്മാനുഭൂതിയുടെ മതം, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു കുറവുമില്ല. കാരണം ഇസ്ലാം അത് അല്ലാഹുവിന്റെ മതമാണ്. ദൂതരായ നമ്മുടെ നേതാവായ, നമ്മുടെ കരളിന്റെ കരളായ, നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലും യാതൊരു വീഴ്ചയുമില്ല. കാരണം അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലത, അല്ലാഹുക്കറിയാം ആർക്കാണ് റിസാലത്ത് നൽകേണ്ടത്, ആരാണ് റിസാലത്ത് നൽകാൻ അർഹൻ എന്നത് അല്ലാഹുവിന് അറിയാം. അത് അല്ലാഹു സെലക്ട് ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു കുറവും പറയാൻ ആർക്കും സാധിക്കുന്നതല്ല. വെറുതെ പറഞ്ഞവൻ അവന്റെ തൊള്ള വെടക്കാക്കലല്ലാതെ, അവന്റെ നാവ് വെടക്കാക്കലല്ലാതെ, അവന്റെ നാട് വെടക്കാക്കലല്ലാതെ, അവന്റെ പരിസരം വെടക്കാക്കലല്ലാതെ ഇസ്ലാമിന് ഒരു കോട്ടവുമില്ല. ഇസ്ലാം അത് കുതിച്ച് ലോകവ്യാപകമായി കൊണ്ടേ ഇരിക്കും. റസൂലുള്ളാഹിയുടെ സത്യവാഗ്ദാനമാണ്. ഭൂമിയിലുള്ള സർവ്വ വീടുകളിലേക്ക് അത് ആ വിവരം എത്താതിരിക്കുകയില്ല. അല്ലാഹു ഏകൻ, അല്ലാഹുക്ക് മാത്രമാണ് ആരാധന, അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥന, അല്ലാഹുക്ക് മാത്രമാണ് ജീവിതം മരണം എന്നതായ ആ ഉജ്ജഹത്തിന്റെ തത്വം, ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തത്വം, ആ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ പുണ്യവചനത്തിന്റെ തത്വം ലോകവ്യാപകമാകാതിരിക്കുന്നതല്ല ഖിയാമത്ത് നാൾ വരേക്കും. അപ്പോൾ അതിൽ നമുക്കൊരു പരാജയമില്ല. മുസ്ലിങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് അവരിലുള്ളതായ യുവാക്കൾ, അമിതമായ ഹമാസ് നാം ഒഴിവാക്കണം. അമിതമായ ഹമാസ് എന്ന് പറഞ്ഞാൽ അമിതമായ രൂപത്തിലുള്ളതായ ആ വികാരം നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. അതെ, റസൂലുള്ളാഹിയെ നാം ബഹുമാനിക്കണം, നമ്മേക്കാൾ കൂടുതൽ ബഹുമാനിക്കണം. അതിന്റെ അർത്ഥം എന്തല്ല? റസൂൽ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള സമീപനം, അവരെ പിടിച്ച് കത്തി കൊണ്ട് കുത്ത, അല്ലെങ്കിൽ മറ്റുള്ള നിരപരാധിയായ ഒരു അമുസ്ലിം സുഹൃത്തിനെ പിടിച്ചിട്ട് ആരോ എന്തോ എവിടെയോ പറഞ്ഞു പോലോ, ഏതോ ഒരു പ്രസിഡന്റ് പറഞ്ഞു പോലോ, ഏതോ ഒരു നേതാവ് പറഞ്ഞു പോലോ, അത് കാരണത്താൽ നിരപരാധികളെ പിടിച്ചു കൊല്ല, നിരപരാധികളെ കല്ലെറിയ, നിരപരാധികളെ ആക്ഷേപിക്കുക, അതൊന്നും ഇസ്ലാം പഠിപ്പിച്ച ശൈലിയല്ല. അത് വിപ്ലവമാണ്, അത് ഭീകരത വളർത്താനുള്ള ഭാഗമാണ്. അത് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തേക്ക് കരിവാരിത്തേക്കാനുള്ള പരിശ്രമമായി മാറിപ്പോകുന്നതാണ്. വെളുക്കാൻ തേച്ച് പോണ്ടായി എന്ന് പറഞ്ഞതുപോലെ നാം റസൂലുള്ളാഹിയുടെ സ്നേഹം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഞങ്ങൾ വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ശൈലി മറ്റുള്ളവർക്ക് പഠിപ്പിക്കലാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത്. അത് അരുത്. സംഭവിച്ചതുപോലെ ഫറൻസിയിലും അതുപോലെ പല കാലഘട്ടങ്ങളിലായിട്ട് സംഭവിക്കാറുള്ളത് പോലെ അറിവില്ലാത്തവരിൽ നിന്നിട്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഏതുപോലെ റബീഉൽ മാസത്തിന്റെ പേരിൽ ഇപ്പോൾ ലോകത്തിൽ എന്തെല്ലാം അനാചാരങ്ങൾ, പൂന്താട്ടങ്ങൾ, തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, അനിസ്ലാമിക രൂപത്തിലുള്ളതായ ആ സ്ത്രീ പുരുഷന്മാര് ഭംഗിയോടുകൂടി ഇടകലർന്ന് അവരുടെ അഭിമാനത്തെ എല്ലാം ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ളതായ ആ മിശ്രമായ ആ അഴിഞ്ഞാട്ടം റോഡുകളിലൂടെ, മൈതാനുകളിലൂടെ, മുഹമ്മദ് നബിയുടെ മഹബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കാട്ടുന്നതായിട്ട് കാണാം. അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അത്
നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഈ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വിഭാഗം ഒരിക്കലും അത് ചെയ്യാൻ അനുവദിക്കുന്നതുമല്ല, ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതുമല്ല, ചെയ്യുന്നതിനെ കണ്ട് സഹിക്കുന്നതുമല്ല. അതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമാകുന്ന വിശുദ്ധ ആ മതത്തിന്റെ ആ സുന്ദരമായ രൂപത്തിന് വെടക്കാക്കി കാട്ടലാണ് യഥാർത്ഥത്തിൽ. അന്യമതസ്ഥരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലോത്ത കേരളം പോലോത്ത നാടുകളിലേക്ക് ആകുമ്പോൾ അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നതിന്റെ പേരും പറഞ്ഞിട്ട് അവര് വലിയ റാളി ഉണ്ടാക്കി കാറുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത്, വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നവരൊക്കെ അവര് പ്രയാസപ്പെട്ട് ചിലപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിരിക്കും. ആ സ്ത്രീയുള്ളതായ കാറ് പോകുന്നത് സ്റ്റോപ്പാവും ഈ റാളി കാരണത്താൽ. ഇങ്ങനെയുള്ളതായ സമീപനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് വരുന്നു? സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പഠിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്നേഹം അത് യഥാർത്ഥത്തിൽ പാടുള്ളതല്ല. നാം മധ്യതല അംഗീകരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൗദി അറേബ്യയിലേക്ക് നാം കാണുന്നത്. സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് പലർക്കും പല സംശയവും എപ്പോഴും ഉണ്ടാവാറുണ്ട്. എല്ലാ കൊല്ലവും റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ എന്നിട്ട് നല്ലൊരു വിഭാഗം ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ആ നിയമാവലികൾ കഴിവിന്റെ പരമാവധി ഭരണകൂടത്തിൽ നടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതായ മക്ക മദീന ഉൾക്കൊള്ളുന്നതായ നാടുകളുടെ നേതൃത്വങ്ങൾ പരിശ്രമിക്കുന്നതായ പരിശ്രമം കാണുമ്പോൾ അതിന്റെ മുമ്പിൽ അവര് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. അവർക്ക് പ്രയാസമുണ്ടാകുന്നതായിട്ട് കാണാം. എന്തേ ഇവർ റബീഉൽ അവ്വൽ കൊണ്ടാടുന്നില്ല? എന്തേ ഇവർ ഇവിടെ ആഘോഷിക്കുന്നില്ല? എന്തേ ഇവിടെ മദ്രസയിൽ ലീവില്ല? എന്തേ ഇവിടെ ലീവ് ദിവസമാക്കി മാറ്റുന്നില്ല റബീഉൽ അവ്വൽ 12 എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെയുള്ളതായ നമ്മുടെ കേരളക്കാരെ പോലത്തതായ വിദേശികളായിട്ട് മദീനയിലും മക്കയിലും സൗദി അറേബ്യയിലും ജീവിക്കുന്നതായ പ്രവാസികൾക്കെല്ലാം അറിയുന്നതായ യാഥാർത്ഥ്യമാണ് എന്ത്? ഇവിടെ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ നിയമാവലികളിലും അതിന്റെ ആചാരങ്ങളിലും ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വേണ്ട എന്നതാണ് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ നിയമം. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ്. റസൂലിന് പരിചയമില്ലാത്ത, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത, താബിഈങ്ങൾക്ക് പരിചയമില്ലാത്ത, മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത, നമ്മുടെ മുമ്പന്മാരായ സലഫ് സാലിഹ്യങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ആഘോഷം അത് ഏത് രൂപത്തിലായിരുന്നാലും വിരോധമില്ല. അങ്ങനെയുള്ളതായ ആഘോഷം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ റബീഉൽ അവ്വൽ മാസത്തിൽ കൊണ്ടാടുക എന്നത് കൊണ്ടാടുന്നവരെ അങ്ങനെയുള്ള ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ല എന്നതാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ പത്രങ്ങളിൽ, അവരുടെ പ്രസംഗങ്ങളിൽ, അവരുടെ ലേഖനങ്ങളിൽ സ്ഥിരീകരിച്ചു പോയിട്ടുള്ളത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എന്നാലും അവര് പിന്നെ അവരുടെ ഇഷ്ടാനുസരണം അവർ ചെയ്ത് പരിചയപ്പെട്ടത് കൊണ്ട് ഏകദേശം ഹിജ്റയുടെ 7-ാം നൂറ്റാണ്ട് മുതലാണ് യഥാർത്ഥത്തിൽ ആരംഭിച്ചത്. ആ 7-ാം നൂറ്റാണ്ട് മുതൽ ജനങ്ങൾ ചെയ്തു വന്നതുകൊണ്ട് അത് എന്തുകൊണ്ട് സൗദി അറേബ്യയിലില്ല? എങ്ങനെയാണ് ബേക്കോട്ടടിക്കുക സൗദി അറേബ്യ? സൗദി അറേബ്യയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തെ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിൽ വീഴ്ച വരുമ്പോൾ ആ വീഴ്ച അകറ്റാൻ വേണ്ടിയാണ് നാം പാടുപെടേണ്ടത്. ആ വീഴ്ച അകറ്റാൻ വേണ്ടിയാണ് നാം നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത്, നമ്മുടെ ലേഖനങ്ങൾ ഉണ്ടാവേണ്ടത്, നമ്മുടെ വാർത്താ വിനിമയ കേന്ദ്രങ്ങൾ പരിശ്രമിക്കേണ്ടതും പ്രേരിപ്പിക്കേണ്ടതും സൗദി അറേബ്യനെ നിങ്ങളിലുള്ള ഈ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്, ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്, അവകൾ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിലുള്ളതായ കാര്യങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇവിടെയുള്ളതായ ആ ഇസ്ലാമിക ചലനം, ഇസ്ലാമിക നീക്കം, ഇസ്ലാം മതത്തിന്റെ നിയമം അനുസരിച്ച് റസൂലുള്ളാഹിയുടെ കാലഘട്ടം പോലെയാക്കി കഴിവിന്റെ പരമാവധി മാറ്റണമെന്ന നിർബന്ധം, സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉള്ളത് പോലെയാക്കി ഈ ഭരണകൂടത്തെ മാറ്റണമെന്ന നിർബന്ധം നാം കാണുമ്പോൾ അതിന് നാം സപ്പോർട്ട് നൽകേണ്ടതല്ലാതെ, അതിനെ നാം പ്രേരിപ്പിക്കേണ്ടതല്ലാതെ, അതിന് വിപരീതം നമ്മൾ ചിലർ മനസ്സിലാക്കി വെച്ചതായ ആ തത്വത്തിന്റെ വിപരീതമായി മാറിയത് കാരണത്താൽ ആ സമീപനം ഒരിക്കലും ശരിയല്ല. സൗദി അറേബ്യയോട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിൽ താമസിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. ഇവിടെ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രത്യേകമായിട്ട് ഒരു ചടങ്ങും ഇവിടെ ഔദ്യോഗികമായിട്ട് നടക്കാറില്ല. ഔദ്യോഗികമായിട്ടല്ലാതെ നടക്കുന്നവരും നടത്തുന്നുണ്ടായിരിക്കാം, വിദേശത്തുനിന്ന് വന്നു കൂടിയവരുമല്ലാത്തവരും. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇവിടെ ഞാൻ 50 കൊല്ലം കഴിഞ്ഞു ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ പരിസരത്തിൽ 6ഓളം കൊല്ലം വർക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അവിടെയുള്ളതായ പണ്ഡിതന്മാരും അവിടെയുള്ളതായ പോലീസുകാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ പരിസരത്തിൽ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് അതിനുള്ളതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇവർ വർക്ക് ചെയ്തവനാണ് 6 കൊല്ലം ഏകദേശം. ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്, നമുക്കെല്ലാവർക്കും ഇവിടെ അഥവാ സൗദി അറേബ്യയിൽ ജീവിക്കുന്നവർക്ക് എല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ദീനിലില്ലാത്തതായത് കൊണ്ടാണ് റബീഉൽ അവ്വൽ മാസം 12 പ്രത്യേകതയില്ലാത്തത്. ഇവിടെ സിയാറത്ത് ഇപ്പോൾ അബ്ദുള്ള രാജാവിന്റെ കാലഘട്ടം മുതൽ 24 മണിക്കൂറും ഇവിടെ സിയാറത്താണ്. ഇവിടെ കോവിഡ് പ്രശ്നം വന്നപ്പോൾ മാത്രം അല്പം സ്റ്റോപ്പായി എന്നതല്ലാതെ മസ്ജിദുൻ നബവി 24
മണിക്കൂർ തുറന്നു കിടക്കുകയാണ് അബ്ദുള്ള രാജാവിന്റെ കാലഘട്ടം മുതൽ. അപ്പോൾ 24 മണിക്കൂറും ഇവിടെ സിയാറത്ത് തുറന്നു കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയെ സിയാറത്ത് ചെയ്യുവാനും ആ പള്ളിയിലുള്ളതായ റസൂലുള്ള വിശേഷിപ്പിച്ച അവരുടെ വീട്ടിന്റെയും അവരുടെ മിമ്പറിന്റെയും ഇടയിലുള്ളതായ സ്വർഗ്ഗത്തോപ്പിനെ സന്ദർശിക്കുവാനും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും മഹാനായ അബൂബക്കർ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുമ അവർ 3 പേരുടെയും ഖബറുകളെ അവരുടെ മുമ്പിൽ കൂടി വിട്ടുകടക്കുകയും അവർക്ക് സലാം പറയുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഇസ്ലാമിക സിയാറത്ത് അത് 24 മണിക്കൂറും ഇവിടെ ഉള്ളതാണ്. അതൊരു പ്രത്യേക റബീഉൽ വേണ്ടി മാത്രം ഒരു പ്രത്യേകത ഇവിടെ നാം കാണുന്നതല്ല. അത് അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ആ 7-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായതായ അനാചാരത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നത് ദയനീയമാണ്. അത് വേണ്ടാത്ത ഭാഗമാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. അത് അസത്യമാണ്. അത് സത്യത്തിന് വിപരീതമാണ്. അത് യഥാർത്ഥത്തിൽ നാം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. അപ്പോൾ നാം സത്യസന്ധത നമ്മുടെ റിപ്പോർട്ടുകളിലും നമ്മുടെ വാർത്തയിലും ഉണ്ടാവേണമെങ്കിൽ നാം ഉള്ളത് പറഞ്ഞാൽ മാത്രം മതി. അത് പറയുന്ന ആൾക്ക് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു അത് പറയലാണ് യഥാർത്ഥ വാർത്ത. അതാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായ വാർത്ത. ഇത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ ഒരു പച്ചപ്പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. എന്തേ ഇവിടെ സൗദി അറേബ്യയിൽ അങ്ങനെയുള്ളതായ ആ രൂപങ്ങൾ കേരളത്തിലും ലോകത്തിൽ ആസകലവും നടമാടിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ളതായ ആ സമീപനം റസൂലുള്ളാഹിയോടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട വഫാത്തായ ആ റബീഉൽ മാസത്തിലില്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷമോ മരണദിനാഘോഷമോ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബുഖാരിയിലുള്ള സഹീഹായ ഹദീസിലൊക്കെ നാം പഠിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ ബഹുമാനിച്ചതുപോലെ ആദരിച്ചതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യരുത്. അഥവാ അവരെ എങ്ങനെയാണ് ബഹുമാനിച്ചത്? ഈസ നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചു ആദരിച്ചു, അവസാനം ദൂതരാണെന്ന് ആദ്യം വിശ്വസിച്ചു, അവസാനം അവരെ അള്ളാഹുവിന്റെ ഒരു ഭാഗമാക്കി മാറ്റി. അള്ളാഹുവിനെ ആരാധിക്കും പോലെ ആ ഈസ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയാക്കുകയും അവർ കറുക്കുകയും അവരാരാധിക്കുകയും ചെയ്തു. അതാണ് ഇത്റാ. അങ്ങനെയുള്ള ഇത്റാ നിങ്ങൾ കാട്ടരുതേ എന്റെ ഉമ്മത്തുകളെ എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചെയ്തതായ വസിയത്താണ്, നമ്മോട് കൽപ്പിച്ച കൽപ്പനയാണ്. നമ്മുടെ വാപ്പ ചെറിയൊരു വസിയത്ത് ചെയ്ത് നമ്മളോട് വിടവാങ്ങിക്കഴിഞ്ഞാൽ മക്കള് അത് കൃത്യമായി നടപ്പാക്കണമെന്ന നിർബന്ധമുണ്ടാകും. എന്തേ? വാപ്പയുടെ വസിയത്തല്ലേ. ലോക നേതാക്കളുടെ നേതാവായ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീനായ നമ്മുടെ കണ്ണിലുണ്ണിയായ കരളിന്റെ കരളായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു പോയ പദമാണ്, വസിയത്താണ്. ലാ തത്റൂനി എന്റെ ഉമ്മത്തുകളെ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും അതിർവിട്ട് കടന്നു പോകരുത്. കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ഈസ നബി അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ ബഹുമാനിച്ചതുപോലെ ആദരിച്ചതുപോലെ ഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു, നിങ്ങൾ പറയുക അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുക എന്നല്ലാതെ എന്നെ നിങ്ങൾ അമിതമായി ആദരിക്കുകയോ അമിതമായി ബഹുമാനിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞത് കാരണത്താൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ 23 കൊല്ലം അവരുടെ ജന്മദിനം അവര് നുബൂവത്ത് കിട്ടിയതിന് ശേഷം അവർക്കറിയാം. എന്നിട്ട് ആ ജന്മദിനം അത് തിങ്കളാഴ്ച ദിവസമായിരുന്നു. അത് ആ ദിവസത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർത്ത്ഡേ കൊണ്ടാടിയതായിട്ടല്ല നാം കണ്ടത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ മരിച്ചു റളിയല്ലാഹു തആല അൻഹു, ഉമർ മരിച്ചു റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ മരിച്ചു റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബി താലിബ് മരിച്ചു. ഇവരുടെ എല്ലാം കാലഘട്ടങ്ങളിൽ പരിശോധിച്ചാൽ നാം അവിടെയൊന്നും ജന്മദിനാഘോഷം കൊണ്ടാടിയതായിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും അംഗീകരിക്കുകയാണ് സിദ്ധിച്ച ലാഭം പോലെ. അതൊന്നും ഈ സഹാബാക്കൾ ചെയ്യാതെ, ഈ മുമ്പന്മാർ ചെയ്യാതെ, സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടിയവർ ചെയ്യാതെ അവർക്കെല്ലാം അതിലൂടെ സ്വർഗത്തിൽ പോകാൻ സാധിക്കൂലേ? സാധിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് നാം ഇല്ലാത്തത് റസൂൽ വിരോധിച്ചത്, റസൂൽ നിഷേധിച്ചത്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്തതായ ഒരു കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനിലേക്ക് തന്നെ തള്ളപ്പെടേണ്ടതാണെന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടെയുള്ളതായ ആ ഇസ്ലാമിക ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈഅത്ത് കിബാറുൽ ഉലമാ എന്ന 20-ൽ പരം
അംഗങ്ങൾ വരുന്നതായ ഉയർന്ന സ്റ്റാൻഡേർഡിലുള്ളതായ പണ്ഡിതന്മാർ, 4 മദ്ഹബും കലക്കി കുടിച്ച പണ്ഡിതന്മാർ, ഹദീസുകളൊക്കെ അതിന്റെ വിശദാംശത്തോടു കൂടി പറയാൻ പറ്റുന്ന, ഫത്വ നൽകാൻ പറ്റുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിത സഭയുടെ തീരുമാനമനുസരിച്ചിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നതായ എല്ലാ ദീനിന്റെ കാര്യങ്ങൾ, ദുനിയാവിന്റെ കാര്യമല്ല, രാഷ്ട്രീയ കാര്യമല്ല, ദീനിന്റെ കാര്യമാകുമ്പോൾ ദീനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അതിന് എന്തെങ്കിലും പഴുത് വേണം, ചുരുങ്ങിയാൽ ഒരു ഗവേഷണ വിധേയമായ വിഷയമെങ്കിലും ആവണം എന്നല്ലാതെ ശരീഹായി വ്യക്തമായി ദീനിലില്ലാത്തതായ ഒരു കാര്യമാകുമ്പോൾ അത് ഇവർ അംഗീകരിക്കാത്തതാണ്. അള്ളാഹ് അംഗീകരിച്ചിട്ടില്ല, റസൂൽ അംഗീകരിച്ചിട്ടില്ല. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് യുസല്ലിമു തസ്ലീമ, നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവേണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിലേക്ക് നിങ്ങൾ പരിപൂർണമായി സമർപ്പിക്കണം. അള്ളാഹു റസൂൽ കൽപ്പിക്കുന്ന കൽപ്പനയെ ആന്തമായി അംഗീകരിക്കണം, ആന്തമായി അനുകരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന. അത് കാരണത്താലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജന്മദിനാഘോഷമോ മരണദിനാഘോഷമോ ബർത്ത്ഡേയോ ഒരു പ്രത്യേക ദിവസം സിയാറത്തിന് വേണ്ടിയോ ഇല്ലാത്തത്. ഇവിടെ ഇസ്ലാം കൽപ്പിച്ചതായ സിയാറത്ത് അത് ഇവിടെ 24 മണിക്കൂറും തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടക്കാലത്ത് ഈ കോവിഡ് കാരണത്താൽ സ്റ്റോപ്പായതായ ആ സന്ദർശനം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതും റബീഉൽ അവ്വലുമായിട്ടൊരു പ്രത്യേക ബന്ധമില്ല, അതും ആഘോഷവുമായിട്ടൊരു പ്രത്യേക ബന്ധവുമില്ല. ആഘോഷം ഇവിടെ അറിവില്ലാത്തവര്, ഇസ്ലാമിനെ കുറിച്ച് നേർക്കുനേരെ പഠിക്കാത്തവര്, അള്ളാഹു റസൂലിനെ ബഹുമാനിക്കാൻ ആദരിക്കാൻ, അള്ളാഹു റസൂൽ കൽപ്പിച്ചതുപോലെ ബഹുമാനിക്കാൻ ആദരിക്കാൻ ഭാഗ്യം കിട്ടാത്തവര് ഒളിച്ചു കളിച്ച് പലതും കാട്ടുന്നുണ്ടായിരിക്കാം. അവർ അള്ളാഹു ഹിദായത്തിലാക്കട്ടെ, അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അവരെയെല്ലാം അള്ളാഹു യഥാർത്ഥ അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിലേക്ക് മടക്കി കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ മദീനയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ആ ഇനത്തിൽ പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ച, ആദരിച്ച ഖുർആനിലുള്ള ശൈലിയെക്കുറിച്ച് മദീന ഇമാമും മക്ക ഇമാമും പറഞ്ഞതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല പലതിനെയും പിടിച്ച് സത്യം ചെയ്യുന്നു. അവന്റെ സ്വന്തം ദാത്തിനെ പിടിച്ചുകൊണ്ട് തന്നെ സത്യം ചെയ്യുകയുണ്ടായി. ഹഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖുൻ മിഥല മാ അന്നകും തൻതിഖൂൻ, അതെ ഉറപ്പാണ് എന്ന് പറയാൻ, പരലോകം ഉറപ്പാണ്, മുഹമ്മദ് നബി ഉറപ്പാണ്, ഇസ്ലാം ഉറപ്പാണ്, ഈ മതം സത്യമാണ്, ഇത് ഹഖാണ്, ഈ പരലോകം ഉറപ്പാണ്. ഇതൊക്കെ പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുമ്പോൾ അവിടെയെല്ലാം സത്യവചനങ്ങൾ പറയും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ മുഹമ്മദ് നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കൂ, അങ്ങനെ തന്നെയാണ് റബ്ബി, എന്റെ റബ്ബിനെ തന്നെയാണ് ആ സത്യം. അപ്പോൾ റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ തന്നെ പിടിച്ച് സത്യം ചെയ്തു ഖുർആനിൽ. അപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ പിടിച്ചുകൊണ്ടും സത്യം ചെയ്തു എന്നാണ് നാം ഇന്ന് മദീന ഇമാം സംസാരിച്ചപ്പോൾ ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ എന്നതായ ആയത്ത് ഓതിയുകൊണ്ട് ഇന്ന് മദീന ഇമാം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തിനധികം പറയുന്നു? ആക്ഷേപിക്കുന്നവരെ, ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവര് ഒന്ന് നിഷ്പക്ഷമായിട്ട് ഖുർആൻ വായിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക സൂറത്തിൽ തന്നെ വിശദമായിട്ട് റസൂലുള്ളാഹിയോട് പെരുമാറേണ്ട രൂപം പഠിപ്പിക്കുന്നു. അവരുടെ അനുചരന്മാർക്ക്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, എന്തേ മുസ്ലിങ്ങൾക്ക് ഇത്രയും സ്നേഹം മുഹമ്മദ് നബിയോട്? എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? എന്താണ് കാരണം? അവർക്ക് കണ്ടു സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കും അവര് പ്രയാസപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിനുള്ള കാരണം അള്ളാഹുവിന്റെ ശിക്ഷണമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് അവര് ജീവിതത്തിൽ പകർത്തിയതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, നിങ്ങൾ എന്ത് കാര്യത്തിലും അള്ളാഹുവിന്റെ കൽപ്പനയേക്കാൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയേക്കാൾ മുന്നിട്ട് പോകരുത്. ഒരടി പോലും, ഒരു ഇഞ്ച് പോലും മുന്നിട്ട് പോകരുത്. അവിടെ സ്റ്റോപ്പ്. അള്ളാഹ് നിർത്തിയെടുത്ത് നീ നിൽക്കുക. അല്ലാഹു റസൂൽ നിർത്തിയെടുത്ത് നീ നിൽക്കുക. അതാണ് ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു കേൾക്കുന്നുണ്ട്, സൂക്ഷ്മജ്ഞാനിയാണ്, കാണുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു റസൂലിനെ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട ശൈലി അല്ലാഹു പഠിപ്പിക്കുകയാണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി, നിങ്ങളുടെ ദൂതരായ, നിങ്ങളുടെ നേതാവായ, നിങ്ങൾക്ക് അല്ലാഹു നിയോഗിച്ച ദൂതരായ മുഹമ്മദിന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ശബ്ദം പൊക്കരുത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി
നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും സംസാരിക്കുന്ന ശൈലിയിൽ മുഹമ്മദേ എന്നൊക്കെ വിളിച്ച് മുഹമ്മദ് നബിയോട് അഭിസംബോധനം ചെയ്യരുത്. അവരെ നിങ്ങൾ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന രൂപത്തിലാണ് അഭിസംബോധനം ചെയ്യേണ്ടത്. അവരോട് സംസാരിക്കേണ്ടത് അവരോട് സംസാരിക്കാൻ പറ്റുന്ന സമയമാണോ അല്ലേ എന്ന് ശരിക്ക് കണ്ടറിഞ്ഞ് അന്വേഷിച്ച് സംസാരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. എന്താണ് അതുകൊണ്ടുള്ള നഷ്ടം? അൻ തഹ്ബത അഅമാലുകും. മുഹമ്മദ് നബി ആദരിക്കേണ്ടതുപോലെ ആദരിച്ചിട്ടില്ലെങ്കിൽ, അവരെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, അവരോടുള്ള ആദരണീയതയിൽപ്പെട്ടതാണ് അവരെ അനുസരിക്കുക. അല്ലാഹു പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി. അല്ലാഹുവിനെ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെങ്കിലോ റസൂലുള്ളാഹിനെ അനുസരിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ച അറബിയിൽ പഠിപ്പിക്കുകയാണ് നമുക്ക്. അല്ലാഹു നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിയാണ് അനുസരിക്കേണ്ടത്. പിന്നെ അല്ലാഹു റസൂലിന് സ്നേഹമുണ്ടെങ്കിൽ അല്ലാഹു റസൂലിനോട് മാറി കാട്ടാൻ പാടുണ്ടോ? അല്ലാഹു റസൂൽ കൽപ്പിക്കാത്ത ജന്മദിനാഘോഷം കൊണ്ടാടാൻ പാടുണ്ടോ? മരണദിനാഘോഷം കൊണ്ടാടാൻ പാടുണ്ടോ? റാലി ഉണ്ടാക്കാൻ പാടുണ്ടോ? നാം അല്ലാഹു റസൂൽ കാണിച്ചു തരാത്തതായ രൂപത്തിലുള്ളതായ ആ സമീപനങ്ങൾ സമീപിക്കാൻ പാടുണ്ടോ? ആ ആഘോഷങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അത് റസൂലുള്ളാഹിനെ വെറുപ്പിക്കാനും അർപ്പിക്കാനുമാണ് കാരണമായി തീരുക. അവരെ ബഹുമാനിക്കാതിരിക്കാനും ആദരിക്കാതിരിക്കുവാനുമാണ് കാരണമായി തീരുക. അതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കണം. അല്ലാഹു റസൂൽ കൽപ്പിക്കാത്ത ശൈലിയിൽ റസൂലിനെ സ്നേഹിക്കുന്ന വിഭാഗം, അതാണ് മധ്യരൂപം അംഗീകരിക്കുക എന്നത്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മധ്യരൂപം അംഗീകരിക്കൽ, അല്ലാഹു നിർത്തിയെടുത്ത് നിൽക്കുക. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ദൂതരാണ്, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹു നമ്മളിലേക്ക് നിയോഗിച്ച നേതാവാണ്. സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യനാണ് എന്ന് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാര് റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. സത്യം ലോകത്തോട് പ്രഖ്യാപിക്കുന്ന, തൗഹീദ് ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന ആരും തന്നെ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അത് ആരോപണമാണ് അറിവില്ലാത്തവരിൽ നിന്നിട്ട്. സത്യം ജനങ്ങൾ പഠിച്ചു പോകാതിരിക്കാൻ വേണ്ടി, സത്യം ജനങ്ങൾ അവരിൽ നിന്നിട്ട് കേട്ടുപോകാതിരിക്കാൻ വേണ്ടി, സത്യം പറയുന്നവരെ ജനങ്ങൾ നിന്നിട്ട് വെറുപ്പിക്കാനും അവരിൽ അകൽച്ച ഉണ്ടാക്കാനുമുള്ളതായ ക്രൂര കൃത്യവും സമീപനവുമാണത്. അത് ഒരിക്കലും മുസ്ലിങ്ങൾ നിന്നിട്ട് പാടുള്ളതല്ല, സത്യവിശ്വാസികൾ നിന്നിട്ട് പാടുള്ളതല്ല. യഥാർത്ഥത്തിൽ അള്ളാഹു തുടർന്നു, ഇന്നല്ലദീന, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത്? റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് അവരെക്കാൾ കൂടുതൽ ശബ്ദം പൊക്കിക്കഴിഞ്ഞാൽ അൻ തഹ്ബത അഅമാലുക്കും, നിങ്ങൾ ചെയ്ത നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, എല്ലാ സൽക്കർമ്മവും നിങ്ങൾ അറിയാഭാവത്തിൽ അറിയാരൂപത്തിൽ നിങ്ങൾ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. അൻ തഹ്ബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത രൂപത്തിലായിരിക്കും നഷ്ടപ്പെട്ടു പോവുക. മഹാപകടമല്ലേ? നാം ധാരാളം കൊല്ലങ്ങൾ നിസ്കരിച്ചു കൂട്ടി, നോമ്പ് പിടിച്ചു കൂട്ടി, സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കുന്നതിൽ വീഴ്ച വരുമ്പോൾ, അവരെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ കുന്നുകയറി പോകുന്നുണ്ടെങ്കിൽ എന്തൊരു മഹാ അപകടമാണ്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളാഹു റസൂലിന്റെ പേരിൽ അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ളതായ ആചാരങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടി നാട്ടുന്നവരും പതാക ഉയർത്തുന്നവരും അള്ളാഹു റസൂലിന്റെ പേരിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി അവരെ ബഹുമാനിക്കുന്നു എന്ന പേരിൽ അവരുടെ ആദരണീയത കുറക്കാൻ വേണ്ടിയാണ് അവർ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഇത്തരണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നല്ലദീന യഗ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ചിട്ട് ശബ്ദം പൊക്കാതിരിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അല്ലാഹു റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് ശബ്ദം പൊക്കാതിരിക്കുന്നവർ ആരാണവര്? ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അല്ലാഹു പരീക്ഷിച്ചവരാണ് അവരുടെ ഖുലൂബിനെ, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ അവർ റാങ്ക് നേടി എന്ന് പറയും പോലെ, അതെ, അവരെ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷയിൽ അവർ റാങ്ക് നേടി. അതുകൊണ്ട് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം, അവർക്ക് മഹാപാപമോചനമുണ്ട്, അവർക്ക് അറ്റമില്ലാ പ്രതിഫലമുണ്ട് എന്നാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ സമ്മാനം. ഈ ആയത്തിന്റെ സമാപനത്തിൽ പറഞ്ഞത്, ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയുടെ അകത്ത് അവരുടെ ഖബറിന്റെ പരിസരത്തിൽ ഒന്ന് രണ്ട് പേര് ശബ്ദം പോക്കുന്ന കണ്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തായിരിക്കാം, അവര് ആ രണ്ടുപേരെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി
വേണ്ടി പറഞ്ഞ വാർത്ത ബുഖാരിയിൽ കാണാം. അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണെന്ന്. പറഞ്ഞു, ഞങ്ങൾ തായിഫുകാരാണെന്ന്. മഹാനായ ഉമറിന്റെ മറുപടി എന്താണ്? നിങ്ങൾ മദീനവാസികളാണെങ്കിൽ നിങ്ങളെ ഞാൻ അടിച്ചു വേദനിപ്പിച്ചിരുന്നേനെ. അള്ളാഹു റസൂലിന്റെ പള്ളിയിൽ അവർ അന്ത്യവിഷമമുള്ളതായ ആ പരിസരത്തിൽ നീ ശബ്ദകോലാഹലം ഉണ്ടാക്കുകയാണോ, ശബ്ദം പൊക്കുകയാണോ? അപ്പോൾ അവര് അഥവാ സഹാബാക്കൾ മനസ്സിലാക്കിയത്, ഈ ആയത്തിൽ കൂടി റസൂലുള്ളാഹി ജീവിച്ചിട്ടുണ്ടായിരുന്നാലും മരിച്ച സന്ദർഭത്തിലായിരുന്നാലും ആ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചിട്ട് ശബ്ദം പൊക്കാൻ പാടില്ല എന്നിവരെ നമ്മുടെ നേതാക്കൾ മനസ്സിലാക്കിയതായിട്ട് കാണാം. അതൊക്കെ ഇവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. മദീനത്തെ പള്ളിയിൽ ഏകദേശം 20-25 സദസ്സുകളുണ്ട്. അവിടെയുള്ളതായ ഖുതുബകളുണ്ട്, അവിടെയുള്ളതായ ദർസുകളുണ്ട്. ആ ദർസുകളിലെല്ലാം ദൈനംദിനം 24 മണിക്കൂറുമാണ് ഇവിടെ ക്ലാസ് നടക്കാറുള്ളതും ഇവിടെ സദസ്സുകളിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാറുള്ളതും. റബീഉൽ മാസത്തിലേക്ക് മാത്രം നീട്ടിവെച്ചിട്ട് ഇസ്ലാമിൽ ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ ഒരു ദിവസങ്ങളിലേക്കോ ഒരു മാസങ്ങളിലേക്കോ മാത്രം നീട്ടിവെച്ച് ആ കാലഘട്ടത്തിൽ ശബ്ദ കോലാഹലം ഉണ്ടാക്കി ഇസ്ലാം കൽപ്പിക്കാത്ത രൂപത്തിൽ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ ആ സ്നേഹം വാദിക്കുകയല്ല ഇവിടെയുള്ള പണ്ഡിതന്മാർ ചെയ്യാറുള്ളത്. ഇവിടെയുള്ള പണ്ഡിതന്മാർ 360 ദിവസവും അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം. അവരുടെ മദ്ഹ് പറയണം, അവരുടെ മദ്ഹ് പറയണം, അവരുടെ മദ്ഹ് പഠിപ്പിക്കണം. അവരുടെ മദ്ഹ് 1ാം ക്ലാസ് മുതൽക്ക് തന്നെ അവരുടെ ഹിസ്റ്ററി ഇവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. അതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ഏതായാലും അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ യഥാർത്ഥ ഉമ്മത്തുകളിൽ ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ ഉമ്മത്തുകളിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. അവരുടെ ശഫാഅത്ത് പരലോകത്തിൽ കിട്ടുന്ന, അവരുടെ മതത്തിൽ ചേഞ്ച് ചെയ്യാത്ത, അവരുടെ മതത്തിൽ ഇല്ലാത്ത അനാചാരങ്ങളും ബിദ്അത്തുകളും ചെയ്തിട്ട് റസൂല് അവിടെ പറയും ശഫാഅത്തിന് വേണ്ടി നാം ഹൗദുൽ കൗസർ എന്ന ആ കൗസർ കുടിപ്പിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ആ തിരുക്കൈ കൊണ്ട് സഹാബാക്കൾക്ക് കുടിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഉമ്മത്തുകൾക്ക് കുടിപ്പിക്കുന്ന സന്ദർഭത്തിൽ പലരും അവിടെ ചെല്ലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ പറയും, ഇവർക്ക് നിങ്ങൾ കൊടുക്കരുത് റസൂലേ. എന്റെ ഇവര് നിങ്ങളുടെ മതത്തിൽ ചേഞ്ച് ഉണ്ടാക്കിയവരാണ്. നിങ്ങൾ പഠിപ്പിക്കാത്ത ജന്മദിനാഘോഷവും നിങ്ങൾ പഠിപ്പിക്കാത്ത മരണദിനാഘോഷവും നിങ്ങൾ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ളതായ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലും നിങ്ങൾ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ളതായ ഖബർ സന്ദർശനത്തിന് പകരം, ഖബർ സിയാറത്തിന് പകരം ഖബറിന്റെ പരിസരത്തിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ടാക്കി മാറ്റിയതായ അനിസ്ലാമിക നേർച്ചകൾ ഉണ്ടാക്കി മാറ്റിയതായ വിഭാഗമാണ്. അങ്ങനെ ആ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയില്ലായിരുന്നു ദുനിയാവിൽ, റസൂൽ ഗൈബ് അറിയാത്തത് കൊണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കും, ഇന്നഹും ഗയ്യറൂ ദീനക വബദ്ദലു. അവർ അഥവാ ഈ വന്നവര്, ഈ കുടിക്കാൻ വേണ്ടി വന്നവര് അവർ ഒതുപിടിച്ചവരാണ്, അവർ നമസ്കരിച്ചവരാണ്, അതിന്റെയൊക്കെ അടയാളം അവരിലുണ്ട്. എന്നാലും അവര് നിങ്ങളുടെ മതത്തിൽ ചേഞ്ച് ആക്കിയവരാണ്. അതുകൊണ്ട് അവര് ഈ വെള്ളം കുടിക്കാൻ അർഹല്ല എന്ന് പറയുന്നതും നമുക്ക് ഏക സാക്ഷിയായ സുഭാഷിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗത്തെ റസൂലുള്ളാഹി സുഹ്ഖൻ സുഹ്ഖൻ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടുകയും ചെയ്യും എന്നത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, സഹീഹ് ഹദീസിലുണ്ട്. ഇതൊക്കെ ചുട്ടുതൊന്നാനുള്ളതല്ല, ഇതൊക്കെ പഠിക്കാൻ, പറയാൻ, പ്രചരിപ്പിക്കാനുള്ളതായ ഹദീസുകളാണ്. ഇതൊക്കെ പറയുമ്പോഴാണ് ജനങ്ങൾ സത്യം ഉൾക്കൊള്ളുക, സത്യം മനസ്സിലാക്കുക, അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഖദർ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതായ എല്ലാ അവകാശങ്ങളും നൽകി അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതായ നമ്മുടെ നേതാവായ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിസ്റ്ററി നാം പഠിച്ച് അവരെ ബഹുമാനിക്കേണ്ടതുപോലെ അവരെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കുകയും അത് ഊടുകഴിഞ്ഞു പോകാതിരിക്കാൻ അഥവാ അതിരുവിട്ട് കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് ലഭിക്കും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين سوءا اللهم فاشغله في نفسي وجعل تدبيره تدميرا. نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك من عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.